ഒരു പെൺകുട്ടിയോട് ഇപ്പോഴത്തെ അവസരത്തിൽ ഒരു ഡ്രീം ബക്കറ്റ് ലിസ്റ്റ് ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവരും പറയുന്നൊരു കാര്യം ഒരു ഡൈസൺ ഹെയർ സ്റ്റൈലിംഗ് ടൂൾ എന്നാവും. അത്രയും പോപ്പുലറായ ഒരു ബ്രാൻഡിൻ്റെ അത്യാവശ്യം എക്സ്പെൻസീവായ ഒരു പ്രോഡക്റ്റ്. പക്ഷേ ഈ ബ്രാൻഡിൻ്റെ പിന്നിലെ കഥ അറിയാമോ? ജെയിംസ് ഡൈസൺ എന്നൊരു എഞ്ചിനീയർ, അദ്ദേഹം പ്രശ്നങ്ങളെ കാണുന്ന രീതി അല്പം വ്യത്യസ്തമായിരുന്നു. ഇംഗ്ലണ്ടിൽ വളർന്ന ആർട്സ് ആൻഡ് ഡിസൈൻ പഠിച്ച അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിച്ചത് സീ ട്രക്ക് എന്ന വേഗമുള്ള ബോട്ടും വലിയ പന്ത് ഉപയോഗിച്ചുള്ള വീൽ ബാരോയും പോലുള്ള വ്യത്യസ്ത പ്രോജക്റ്റുകളിലാണ്. അതായത് അദ്ദേഹം എപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കാൻ തയ്യാറായിരുന്ന ഒരാളായിരുന്നു. തൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഹൂവർ ജൂനിയർ വാക്യൂം ക്ലീനർ അതിൻ്റെ ബാഗ് നിറഞ്ഞാൽ സക്ഷൻ നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. നമ്മളിൽ പലരും ഇതിനെ ഒരു സാധാരണ പ്രശ്നമായി കാണും. പക്ഷെ ഡൈസൺ അതൊരു ചോദ്യമാക്കി മാറ്റി. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? ആ ചോദ്യമാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ്. പിന്നീടൊരിക്കൽ ഒരു സോ മില്ലിൽ ഉപയോഗിക്കുന്ന സൈക്ലോൺ സിസ്റ്റം അദ്ദേഹം ശ്രദ്ധിക്കാനിടയായി. അവിടെ വായുവിൽ നിന്ന് പൊടി വേർതിരിക്കുന്നത് ബാഗ് ഇല്ലാതെ തന്നെ നടക്കുന്നത് അദ്ദേഹം കണ്ടു. അതിൽ നിന്നാണ് അദ്ദേഹം ഒരു ആശയം കണ്ടെത്തിയത്: ബാഗ് ഇല്ലാത്ത വാക്യൂം ക്ലീനർ. വളരെ ലളിതമായ ഒരു ആശയം, പക്ഷെ അതിനെ യാഥാർത്ഥ്യമാക്കാൻ എടുത്ത യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. സ്വന്തം വീടിന് പിന്നിലെ ചെറിയ വർക്ക്ഷോപ്പിൽ കാർഡ്ബോർഡും ടേപ്പും ഉപയോഗിച്ച് അദ്ദേഹം ആദ്യ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി. അത് പരാജയപ്പെട്ടു. പിന്നെ വീണ്ടും ശ്രമിച്ചു, വീണ്ടും പരാജയം. അങ്ങനെ 5127 പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കി. ഓരോ പരാജയവും ഓരോ പാഠമായി മാറി. ഇവിടെ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്: വിജയത്തേക്കാൾ വലിയതാകുന്നത് പരാജയങ്ങളെ സഹിക്കാൻ കഴിയുന്ന ആ ക്ഷമയാണ്. ഡിസൈൻ തയ്യാറായപ്പോൾ അദ്ദേഹം വലിയ കമ്പനികൾക്ക് മുൻപിൽ അത് അവതരിപ്പിച്ചു. പക്ഷെ അവർ അത് നിരസിച്ചു. കാരണം വളരെ വ്യക്തമായിരുന്നു, ബാഗില്ലാത്ത വാക്യൂം അവരുടെ ബിസിനസ് മോഡലിനെ തകർക്കും. ഒപ്പം അവർക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം അവർ അവരുടെ വരുമാനം സംരക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവിടെയാണ് ഡൈസൺ ഒരു വ്യത്യസ്ത തീരുമാനമെടുത്തത്. അദ്ദേഹം തൻ്റെ ശ്രമം നിർത്തിയില്ല, പകരം മാർക്കറ്റ് മാറ്റി. ജപ്പാനിൽ അപ്പെക്സ് എന്ന കമ്പനിയുമായി ചേർന്ന് G-Force എന്ന ഒരു പ്രീമിയം വാക്യൂം പുറത്തിറക്കി. അത് വലിയ വിജയമായി, കുറേയധികം അവാർഡും നേടി. ആ വിജയത്തിൽ നിന്നുള്ള റോയൽറ്റിയാണ് അദ്ദേഹത്തിന് 1991 ഡൈസൺ അപ്ലയൻസസ് സ്ഥാപിക്കാൻ സഹായിച്ചത്. 1993 പുറത്തിറങ്ങിയ DC-01 വാക്യൂം ക്ലീനർ കമ്പനിയുടെ ആദ്യ വലിയ ബ്രേക്ക് ത്രൂ ആയി. ഡ്യുവൽ സൈക്ലോൺ ടെക്നോളജിയും ക്ലിയർ ഡസ്റ്റ് ബിന്നും ഇതിൻ്റെ പ്രത്യേകതയായിരുന്നു. ക്ലിയർ ബിൻ ഒരു റിസ്ക് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് പൊടി കാണാൻ അത്ര ഇഷ്ടമല്ല എന്നായിരുന്നു പലരും കരുതിയിരുന്നത്. പക്ഷെ ആ സമയത്ത് ഡൈസൺ അതിനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാക്കി മാറ്റി. നിങ്ങൾ കാണുന്ന പൊടി അത് മെഷീൻ ശരിയായി പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവാണ് എന്ന ആശയം ഉപഭോക്താക്കളെ ആകർഷിച്ചു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത് UK-യിലെ ബെസ്റ്റ് സെല്ലിംഗ് വാക്യൂമായി മാറി. കമ്പനി വളർന്നപ്പോൾ വെല്ലുവിളികളും കൂടി വന്നു. ഹൂവർ സമാനമായൊരു ഉൽപ്പന്നം പുറത്തിറക്കിയപ്പോൾ ഡൈസൺ നിയമ പോരാട്ടത്തിലേക്ക് കടന്നു. 2001 കോടതി ഡൈസന് അനുകൂലമായി വിധി പറഞ്ഞു. ഇതൊരു പ്രധാന സന്ദേശം കൂടി നൽകി: ഇന്നൊവേഷൻ മാത്രം പോരാ, അതിനെ സംരക്ഷിക്കാൻ കൂടി നിങ്ങൾ തയ്യാറായിരിക്കണം. അതേസമയം കമ്പനി പുതിയ പരീക്ഷണങ്ങൾ തുടരുകയായിരുന്നു. CR-01 വാഷിംഗ് മെഷീൻ 2 ഡ്രം വിരുദ്ധ ദിശയിൽ തിരിയുന്ന ഒരു സിസ്റ്റം. ആശയം വളരെ മികച്ചതായിരുന്നു, പക്ഷെ ചെലവ് കൂടുതലായതിനാൽ അത് വിപണിയിൽ അധികകാലം നിലനിന്നില്ല. പിന്നെ DC-06 റോബോട്ട് വാക്യൂം സാങ്കേതികമായി വളരെ മുന്നേറിയതായിരുന്നു, പക്ഷെ വില കൂടുതലായതിനാൽ അതും ലോഞ്ച് ചെയ്തില്ല. പിന്നീട് ഒരു വലിയ ഇലക്ട്രിക് കാർ പ്രോജക്റ്റ് പോലും അവർ ഉപേക്ഷിച്ചു. ഇത് ബുദ്ധിമുട്ടുള്ളൊരു തീരുമാനം തന്നെയായിരുന്നു. എല്ലാ ആശയങ്ങളും വിജയകരമാവില്ല എന്നൊരു സത്യം കൂടി ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിരുന്നു എന്നതാണ് സത്യം. നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ ഡൈസൺ UK-യിൽ നിന്ന് മലേഷ്യയിലേക്ക് പ്രൊഡക്ഷൻ മാറ്റി. ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. പക്ഷേ ഇതിലൂടെ കമ്പനി കൂടുതൽ സ്കെയിൽ ചെയ്യാൻ കഴിഞ്ഞു. അതേസമയം അവർ ഒരു നിർണായക നിക്ഷേപം നടത്തി: ഡിജിറ്റൽ മോട്ടോർ. ഈ ചെറിയ ഹൈസ്പീഡ് മോട്ടോർ പിന്നീട് നിരവധി ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനമായി മാറി. ഇതോടെയാണ് ഡൈസൺ പുതിയ മേഖലകളിലേക്ക് കടന്നത്. എയർ ബ്ലേഡ് ഹാൻഡ് ഡ്രയർ, ചൂടുപയോഗിക്കാതെ വേഗതയേറിയ എയർ ഷീറ്റുകൾ കൊണ്ട് കൈകൾ ഉണക്കുന്ന സംവിധാനം. എയർ മൾട്ടിപ്ലയർ ഫാൻ, പുറത്ത് ബ്ലേഡുകളില്ലാത്ത ഡിസൈൻ. ഇതൊരു ഡൈസണിനെ ഒരു വാക്യൂം കമ്പനിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ടെക് കമ്പനിയാക്കി വളരെ വേഗം മാറ്റി. കാലക്രമേണ അവർ ബ്യൂട്ടി ടെക്നോളജിയിലേക്കും കടന്നു. സൂപ്പർസോണിക്, എയർ റാപ്പ്, 8 സ്ട്രൈറ്റ് എന്നിവയെല്ലാം ഹെയർ സ്റ്റൈലിംഗ് മാത്രമല്ല, ഹീറ്റ് ഡാമേജ് കുറയ്ക്കുന്ന എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് കൂടിയാണ്. അതാണ് ഡൈസൺ ചെയ്യുന്നത്. പ്രോഡക്റ്റുകൾ വെറുതെ നിർമ്മിക്കുന്നതല്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളാണ് അവർ നിർമ്മിക്കുന്നത്. ആഗോളതലത്തിൽ കമ്പനി സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പൈൻസ്, ചൈന, മെക്സിക്കോ എന്നിവിടങ്ങളിലേക്ക് വളരെ വേഗം വ്യാപിച്ചു. 2019 ഹെഡ്ക്വാർട്ടേഴ്സ് സിംഗപ്പൂരിലേക്ക് മാറ്റി. അതേസമയം UK-യിൽ ഗവേഷണ കേന്ദ്രങ്ങൾ നിലനിർത്തുകയും ചെയ്തു. ഇന്ന് ഡൈസൺ 80-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്.
14,000-ലധികം ജീവനക്കാരുണ്ട്. അതിൽ വലിയൊരു വിഹിതം എഞ്ചിനീയർമാരും സയൻറ്റിസ്റ്റുകളുമാണ്. അവർ ഓരോ ആഴ്ചയും വലിയ തോതിൽ ഗവേഷണത്തിനായി ചെലവഴിക്കുന്നുമുണ്ട്. കാരണം അവർക്കറിയാം ഇന്നത്തെ വിജയത്തിൽ നിൽക്കുന്നത് അപകടകരമാണ്. ഭാവിയെ നിർമ്മിക്കാൻ നിരന്തരം നിക്ഷേപിക്കുക തന്നെ വേണം. ഡൈസന്റെ കഥ ബിസിനസ്സിലും ഇന്നൊവേഷനിലും താല്പര്യമുള്ള ഏവർക്കും വളരെ വ്യക്തമായി ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. ഒരു പ്രശ്നത്തോട് ദീർഘകാലം പിടിച്ചു നിൽക്കാനുള്ള ശക്തിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്നതും അതിന് നൽകേണ്ട വില എന്താണെന്നും ഈ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം പലപ്പോഴും നമ്മൾ ഫലം മാത്രം കാണാറുണ്ട്, പക്ഷെ അതിന് പിന്നിലുള്ള വർഷങ്ങളായുള്ള ശ്രമവും ത്യാഗവും കാണാതെ പോകുന്നു. ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നാണത് സ്ഥിരത. ആയിരക്കണക്കിന് പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല. കാരണം അതൊരു ആശയം വിശ്വസിക്കുക മാത്രമല്ല, ഓരോ പരാജയത്തിൻ്റെയും പിന്നാലെ വീണ്ടും ശ്രമിക്കാൻ തയ്യാറാകുന്നത് കൂടിയാണ്. ജെയിംസ് ഡൈസൺ ഓരോ പരാജയത്തെയും ഒരു അന്തിമ വിധിയായിട്ടല്ല കണ്ടത്, അതൊരു മെച്ചപ്പെടുത്താനുള്ള വഴിയൊരുക്കുന്ന ഘട്ടമായിട്ട് കണ്ടു. ഈ മനോഭാവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യവും. പലർക്കും പരാജയം ഒരു സ്റ്റോപ്പാണ്, പക്ഷേ ഡൈസൺ അതൊരു സ്റ്റെപ്പായിരുന്നു. ഇതോടൊപ്പം തന്നെ യഥാർത്ഥ പ്രശ്നങ്ങളെ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഈ കഥ വ്യക്തമാക്കുന്നുണ്ട്. ഡൈസൺ ഒരു സ്റ്റൈലിഷ് ഉൽപ്പന്നം നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടെ അല്ല ആരംഭിച്ചത്. ഒരു ലളിതമായ പ്രശ്നം, വാക്യൂം സക്ഷൻ നഷ്ടപ്പെടുന്നു, അതാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. ആ പ്രശ്നം വ്യക്തമായിരുന്നതിനാൽ ഓരോ ഡിസൈൻ തീരുമാനവും അതിൻ്റെ ചുറ്റും തന്നെ രൂപപ്പെട്ടു. ഇന്ന് പല സ്റ്റാർട്ടപ്പുകളും നമ്മൾ എന്ത് നിർമ്മിക്കണം എന്ന ചോദ്യത്തോടെ ആരംഭിക്കുമ്പോൾ ഡൈസൺ നമ്മൾ എന്ത് പ്രശ്നം പരിഹരിക്കണം എന്ന ചോദ്യത്തോടെയാണ് ആരംഭിച്ചത്. അതാണ് വ്യത്യാസവും. റിസർച്ച് എന്ന കാര്യത്തിലും ഡൈസൺ ഒരു വ്യത്യസ്ത സമീപനം സ്വീകരിച്ചു. പരമ്പരാഗത പഠനങ്ങൾ ക്ലിയർ ബിന്നിൽ പൊടി കാണുന്നത് ഉപഭോക്താക്കളെ അസ്വസ്ഥരാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഡൈസൺ അതിനെ മറ്റൊരു രീതിയിൽ കണ്ടു. ഇതൊരു പ്രശ്നമല്ല, പകരം ഒരു തെളിവാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം. ആളുകൾക്ക് മെഷീൻ ശരിയായി പ്രവർത്തിക്കുന്നതായി കാണാൻ ഇഷ്ടമുണ്ടാകും എന്ന വിശ്വാസം അദ്ദേഹം സ്വന്തമാക്കി. അത് ശരിയാവുകയും ചെയ്തു. ഇവിടെ ഒരു പ്രധാന ബോധ്യമുണ്ട്: എല്ലാ ഡേറ്റയും ശരിയായി ദിശ കാണിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റും അത്ര തന്നെ ശക്തമായ ഒരു ഗൈഡായി മാറ്റും. ഡൈസന്റെ പ്രോഡക്റ്റ് ചരിത്രം കഠിനമായ തീരുമാനങ്ങളുടെ മൂല്യവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ആശയങ്ങളും വിജയകരമാവില്ല എന്നവർ തുറന്ന മനസ്സോടെ അംഗീകരിച്ചു. CR01 വാഷിംഗ് മെഷീൻ, ആദ്യകാല റോബോട്ടിക് പ്രോജക്റ്റുകൾ, ഇവയെല്ലാം അവർ അവസാനിപ്പിച്ചത് അതുകൊണ്ടാണ്. വളരെ വലിയ നിക്ഷേപം നടത്തിയ ഇലക്ട്രിക് കാർ പ്രൊജക്റ്റ് പോലും അവർ ഉപേക്ഷിച്ചതും ഇതേ രീതി കൊണ്ടാണ്. കാരണം ഒരു ലളിതമായ ബിസിനസ് സത്യമാണിത്: ഒരാശയം എത്ര ആകർഷകമായാലും അത് സാമ്പത്തികമായി നിലനിൽക്കില്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമല്ല. ഇത് എളുപ്പവുമല്ല, പക്ഷെ അതാണ് സ്മാർട്ട് ബിസിനസ്. നിർമ്മാണവും ഹെഡ്ക്വാർട്ടേഴ്സും മാറ്റിയ തീരുമാനം ഒരു മിശ്രപാഠമാണ് നൽകുന്നത്. ഒരു ഭാഗത്ത് ഇത് വളർന്നു വരുന്ന മാർക്കറ്റുകൾക്കും സപ്ലൈ ചെയിനുകൾക്കും അടുത്തു നിൽക്കാനുള്ള ഒരു സ്ട്രാറ്റജിക് നീക്കമാണ്. മറുവശത്ത് ഇത്തരം നീക്കങ്ങൾ വിമർശനങ്ങൾക്കും വഴിയൊരുക്കും. അതിനാൽ ബിസിനസ്സിലെടുത്ത തീരുമാനങ്ങൾ ശരിയായതാവാം, പക്ഷെ അവ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതും അത്ര തന്നെ പ്രധാനമാണ്. ട്രസ്റ്റ് നിർമ്മിക്കുന്നത് പ്രോഡക്റ്റുകൾ കൊണ്ടല്ല, തീരുമാനങ്ങളുടെ വ്യക്തത കൊണ്ടാണ്. അവസാനമായി ഡൈസന്റെ പുതിയ സാമ്പത്തിക ഫലങ്ങൾ നമ്മെ ഒരു യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുന്നു. ശക്തമായ ബ്രാൻഡുകൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒരു വർഷം റെക്കോർഡ് വരുമാനമുണ്ടാകാം, അടുത്ത വർഷം ലാഭം കുറഞ്ഞേക്കാം. മാർക്കറ്റ്, സപ്ലൈ, കറൻസി എല്ലാം മാറും. എന്നാൽ പ്രധാനപ്പെട്ടത് അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ്. ഡൈസൺ റീസ്ട്രക്ചറിങ്ങും മാറ്റങ്ങളും ഒക്കെ സ്വീകരിച്ചു, പക്ഷെ അവരുടെ ഗവേഷണ നിക്ഷേപം ഒട്ടും തന്നെ കുറച്ചില്ല. അവർ ഭാവിയെക്കുറിച്ചുള്ള വിശ്വാസം കൈവിടാതെ തന്നെയാണ് മുന്നോട്ട് പോയതും. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഡൈസന്റെ കഥ നമ്മളോട് പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്: വിജയകരമായ ഒരു ബിസിനസ് നിർമ്മിക്കാൻ വലിയ ആശയം മാത്രം മതിയാകണം എന്നില്ല. ഒരു യഥാർത്ഥ പ്രശ്നം കാണാനുള്ള കണ്ണും അത് പരിഹരിക്കാൻ ക്ഷമയോടെ തുടരുമെന്ന മനസ്സും ആവശ്യമായപ്പോൾ കഠിനമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യവും വേണം. കൂടാതെ ഇന്നത്തെ വിജയത്തിൽ തൃപ്തരാകാതെ നാളെയിലേക്ക് നിക്ഷേപിക്കാൻ തയ്യാറാകണം. അതിനാൽ നിങ്ങൾ എന്തെങ്കിലും ആരംഭിക്കാൻ പോകുകയാണെങ്കിൽ ഈ കഥയിൽ നിന്ന് ഒരു കാര്യമാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്: വേഗത്തിൽ വിജയിക്കാൻ ശ്രമിക്കരുത്, ശരിയായി നിർമ്മിക്കാൻ ശ്രമിക്കുക. കാരണം സമയമെടുത്താലും ശക്തമായി നിർമ്മിച്ച കാര്യങ്ങൾ ദീർഘകാലം നിലനിൽക്കും.